യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സീനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരത്തുള്ള ഡബിൾ ഡെക്കറിൽ പോയ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഡബിൾ ഡെക്കർ ബുക്ക് ചെയ്തത്, എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആദ്യം തന്നെ ഗൂഗിൾ ക്രോമിൽ ഡബിൾ ഡെക്കർ ബസ് ട്രിവാൻഡ്രം അടിച്ചു കൊടുക്കുക. അപ്പം മുകളിലായിട്ട് വരും KSRTC തിരുവനന്തപുരം സിറ്റി റൈഡ്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ലിങ്ക് കിടക്കുന്നുണ്ടാകും, ഓൺലൈൻ KSRTC swift.com. അതെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഈസ്റ്റ് ഫോർട്ട് സിറ്റി റൈഡ് കൊടുക്കുക, രണ്ടാമത് ഈസ്റ്റ് ഫോർട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പോകേണ്ട ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ടൈം കൊടുക്കുന്നത്. ഞങ്ങൾ 3 മണി തുടങ്ങിയിട്ട് 4:45 വരെയുള്ള ടൈമാണ് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ അപ്പർ പോർഷനിലാണ് സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ ചോദിക്കും. അത് നമ്മൾ ഈസ്റ്റ് ഫോർട്ട് നോർത്തും അതേപോലെ ഡ്രോപ്പ് ലൊക്കേഷനും ചോദിക്കും. അതേപോലെ അത് നമ്മൾ ഈസ്റ്റ് ഫോർട്ടും കൊടുക്കുക. അതിനുശേഷമാണ് പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഞങ്ങൾ 5 പേര് പോകുന്ന കാരണം 5 പേരുടെ ഡീറ്റെയിൽസും ഓരോന്നായിട്ട് അടിച്ചു കൊടുത്തു. ആദ്യം തന്നെ പേര്, പിന്നെ ഏജ്, അതിനുശേഷം ജെൻഡർ, ഇത് 3ഉം അടിച്ചു കൊടുക്കുക. കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോയിട്ട് നമ്മളെ സീറ്റിൻ്റെ നോക്കുമ്പോൾ അപ്പോൾ തന്നെ ബുക്ക് ചെയ്തതായിട്ട് കാണിക്കും. പിന്നെ നമുക്ക് മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു 1-2 പ്രാവശ്യം റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് 3 മണി തുടങ്ങിയിട്ട് 4:45 വരെയാണ് റൈഡ് പറഞ്ഞത്. അവിടെയുള്ള ഓട്ടോ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് ഒരു 3:15 വണ്ടി എടുക്കാമെന്നാണ് പറഞ്ഞത്. അത് കാരണം ഞങ്ങൾ അവിടെ അടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ കയറിയപ്പോൾ ഒരു 2:50 തുടങ്ങിയിട്ട് നമ്മളെ ഗൈഡ് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് കൊടുത്താലാണ് അവർക്ക് നമ്മളെ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഇമെയിലോട് കൊടുക്കും. പിന്നെ പേയ്മെൻറ്റ് മെത്തേഡാണ് അത് നമ്മൾ ബിൽ ഡെസ്കിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിൽ ഡെസ്ക് കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഏതാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ക്രെഡിറ്റ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. ഞാൻ UPIയിൽ ഗൂഗിൾ പേ വഴിയാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിൾ പേയിൽ പോയിട്ട് നമ്മൾ UPI ID ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക. അപ്പോൾ നേരെ നമുക്ക് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. നമ്മൾ UPI ID പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മേക്ക് പേയ്മെൻറ്റ് ഫോർ നമ്മൾ എമൗണ്ട് അടിയിൽ കിടക്കുന്നുണ്ടാകും. അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ മെസ്സേജിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ മെസ്സേജാണ്. ഓൺ അപ്രൂവിങ് ദ റിക്വസ്റ്റ് 1023 എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് വന്ന മെസ്സേജ്. ഞങ്ങൾക്ക് 1023 രൂപയാണ് ആയത്. അതിനുശേഷം നമ്മൾ ആ മെസ്സേജിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ ഗൂഗിൾ പേയിലെത്തും. അങ്ങനെ ഗൂഗിൾ പേയിൽ നമ്മൾ ആ പേയ്മെൻറ്റ് നമ്മൾ അയച്ചു കൊടുക്കണം. അതിൽ നമുക്ക് ഡിക്ലൈനും പേ ആയിട്ടും കിടക്കുന്നുണ്ടാവും. അതിൽ നമ്മൾ പേ അമർത്തിയതിന് ശേഷമാണ് നമുക്കത് പേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റ് അയച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. ആദ്യമായിട്ടല്ല നമ്മൾ ഈ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നം വന്നാലോ നമുക്കറിയില്ലല്ലോ. അങ്ങനെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്കപ്പോൾ തന്നെ മെയിലും വന്നു, അതുപോലെ തന്നെ നമുക്ക് മെസ്സേജും വന്നു. പിന്നെ നമ്മുടെ ടിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് നമുക്ക് അത് ബുക്കിംഗ് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് കാണിക്കും. ഇങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ നമ്മൾ ബസ്സിലെത്തി ഗൈസ്. ഇനി ബസ്സിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഡബിൾ ഡെക്കർ ബസ് ബുക്ക് ചെയ്തത് 3 മണിക്കാണ്, പക്ഷെ നമ്മളെത്തിയത് 3:05. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞങ്ങളെ ഗൈഡ് ബസ്സിലേക്ക് കയറ്റിയത്. നമുക്കങ്ങനെ വീഡിയോസൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ചേച്ചിയൊക്കെ ബാക്കിൽ കൂടെ കയറി, ഞാൻ ഫ്രണ്ടിൽ കൂടെയാണ് കയറിയത്. ആദ്യം തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റിൽ നിന്നാണ് നമ്മളെ യാത്ര തുടങ്ങിയത്. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ചേട്ടനെ നമ്മൾ വിളിച്ചു. അപ്പം തന്നെ ചേട്ടൻ വന്നു നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. യൂണിവേഴ്സിറ്റി ലൈബ്രറി, MLA ഹോസ്റ്റൽ, റൈറ്റ് സൈഡ് വലതുവശത്ത് കാണുന്ന MLA ഹോസ്റ്റലാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കേരള യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. എവിടെ എൻ്റെ പേരൊക്കെ കാണണോ അതിനകത്ത്? സ്ഥലമുണ്ട്. അന്ന് PDഗ്രി ആയിരുന്നല്ലോ, PDഗ്രി സമയത്ത് വന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇല്ല. +2 ഇവിടെ PG മാത്രമേ ഉള്ളൂ. 94 ഇത് AKG സെൻറ്റർ, പഴയ AKG സെൻ്ററാണ്.
ഈ കാണുന്നതാണ് പുതിയ AKG സെന്റർ. ഇടതുവശത്ത് ബാക്കിൽ കാണാം പുതിയ AKG സെന്റർ. ബാക്കിൽ അങ്ങനെ ഞങ്ങൾ കിട്ടിയ സമയമൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ ട്രിപ്പ് അടിപൊളിയാക്കി. ലെഫ്റ്റ് സൈഡിൽ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം. കേരള പോലീസിലെ ആദ്യത്തെ IG ആയിരുന്ന ചന്ദ്രശേഖരനാണ് പേരാണ് അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. മ്യൂസിയം സൂ കേരളത്തിലെ ഏറ്റവും വലിയ പാളയം ജുമാ മസ്ജിദ് ദേവസ്വം ബോർഡിന്റെ കീഴിലെ ഗണപതി ക്ഷേത്രം. അതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ക്രിസ്ത്യൻ ദേവാലയമുണ്ട്. 3 ഒറ്റ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. 3 മതസ്ഥര ദേവാലയങ്ങൾ ഒരേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഏക സ്ഥലം പാളയമാണ്. ഈ പാളയം എന്ന പേര് തന്നെ വരാൻ കാരണം പണ്ട് രാജഭരണകാലത്ത് പട്ടാളക്കാരുടെ പാളയമായിരുന്നു ഇത്. അങ്ങനെയാണ് ഇത് പാളയം എന്നതായ സ്ഥലം. അവിടെ താവളമായിരുന്നത്. കോഴിക്കോട് ജില്ലയിലെ കൊണ്ടുപോയി കോഴിക്കോട് റൈറ്റ് സൈഡിൽ കാണുന്ന VJT ഹാളാണ്. VJT ഹാൾ ഇന്നത് അയ്യങ്കാളി ഹാൾ അറിയപ്പെടുന്നു. പല ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഹാളാണിത്. നമ്മളെ വിക്ടോറിയ മഹാറാണിയുടെ കിരീട സ്മരണയ്ക്ക് പണികഴിപ്പിച്ചൊരു ഹാളാണിത്. നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ നിയമസഭ കൂടിയതിനകത്ത് വെച്ചാണ്. ട്രിവാൻഡ്രത്തിന് ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് സാഫല്യം. ഈ റോഡ് എവിടെയെങ്കിലും കണ്ടായിട്ട് ഓർമ്മയുണ്ട്? എവിടെയെങ്കിലും സിനിമയിൽ നമ്മളെ കമ്മീഷൻ സിനിമ കണ്ടിട്ടുണ്ടോ? സുരേഷ് ഗോപിയുടെ അവിടുത്തെ ലാസ്റ്റ് ചാർജ് സീൻ ഇവിടെയാണ് മൊത്തം ഷൂട്ട് ചെയ്തത്. ഈ സ്ട്രീറ്റിലാണ്. അത് യൂണിവേഴ്സിറ്റി കോളേജ്. ഈ സ്ട്രീറ്റ് പണി കിടക്കണം. ഈ സ്ട്രീറ്റ് ഇനി ഉടനെ നൈറ്റ് ലൈഫ് ആവും. ഇവിടെ പണി കിടക്കുക മൊത്തം. The University Library, the MLA hostel. റൈറ്റ് സൈഡ് വലതുവശത്ത് കാണുന്ന MLA ഹോസ്റ്റലാണ്. ഇത് കേരള യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. കേരള യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് വശമാണ് ക്യാമ്പസ്. എവിടെ എൻ്റെ പേരൊക്കെ കാണണം എന്നാ? അത് ഞാൻ പഠിച്ച സ്ഥലമാണ്. ഫുൾ മാർക്കാണോ? ഞാൻ PDG ആയിരുന്നല്ലോ. PDG സമയത്ത് ഇപ്പോൾ ഇവിടെ ഇല്ല. +2 ലെവല് ഇപ്പോൾ PG മാത്രമേ ഉള്ളൂ. ഞാൻ 94. ഇത് AKG സെന്റർ. പഴയ AKG സെന്ററാണ്. ഈ കാണുന്നതാണ് പുതിയ AKG സെന്റർ. ഇടതുവശത്ത് ബാക്കിൽ കാണാം പുതിയ AKG സെന്റർ. ബാക്കിൽ ആ ബിൽഡിംഗ്. ചിത്രരചന പഠനത്തിനായി അന്ന് തിരുവനന്തപുരം സ്ഥാപിച്ച കോളേജാണ്. ആ റൈറ്റ് സൈഡ് കാണുന്ന ബിൽഡിംഗ് കണ്ടോ? ഇവിടെ കണ്ടതായിട്ട് ഓർമ്മ. ഇതോ? ആ ഞാൻ കണ്ടിട്ട്. ഇവിടെ നമ്മുടെ അംബാനിയുടെ വീട്, മുകേഷ് അംബാനിയുടെ വീടിന് അതേ മോഡൽ ഉണ്ടാക്കിയിട്ടുള്ളത് ബോംബെയില്. പുരാതനമായ CSI ചർച്ചാണ്. തികച്ചും പാറകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള പള്ളിയാണ്. ഇടതുവശത്ത് കാണുന്നത് കനോക്കുന്ന് കൊട്ടാരോ അതിന്റെ ഭാഗങ്ങളും അന്ന് നാട് ഭരിച്ചിരുന്ന ശ്രീ മൂലന്തപുരാന്റെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. കൊട്ടാരത്തിൽ വരുന്ന അതിഥികളായ നോൺ വെജുകാർ, അതായത് ഇറച്ചി മീൻ കഴിക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്യാനും ഫുഡ് കഴിക്കുവാനും വേണ്ടി മാത്രം കൊട്ടാര സദസ്സിന് നിർമ്മിച്ചൊരു പാലസാണത്. ഹോട്ടലല്ല, പാലസാണ്. ഭയങ്കര ഹോസ്പിറ്റൽ. അത് ബാക്കിലോട്ട് കേരളത്തിൽ ആദ്യ ഹോസ്പിറ്റൽ. ക്ഷേത്രാചാര ചടങ്ങുകൾക്കായി വർഷത്തിൽ 2 തവണ നടത്തിയിരുന്ന ലോകത്തിലെ ഏക എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ടാണ്. കാരണം തിരു പത്മനാഭന്റെ ആറാട്ട് ഈ റൺവേയുടെ മധ്യഭാഗത്തോടെയാണ് കടന്നു പോകുന്നത്. അന്നേ ദിവസം വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡിങ്ങുമില്ല. ആർക്കും തന്നെ റൺവേയിലേക്ക് പ്രവേശിക്കാം പാസ് മൂലം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ
കവടിയാർ കൊട്ടാരം. അവിടെ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ഈ വലതുവശത്ത് കാണുന്ന ബ്രഹ്മോസ് അഥവാ എയറോ സ്പേസ് എന്ന് പറയും. നമ്മൾ അബ്ദുൽ കലാം സാർ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. അതിന് ടൈറ്റ് സെക്യൂരിറ്റി ഏരിയയാണ് ഇതെല്ലാം. ഒരു 10 മിനിറ്റ്, ഒരു രാത്രി കാലങ്ങളിൽ 10 മിനിറ്റോ 15 മിനിറ്റോ ഒരു വണ്ടി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അപ്പോഴേ വലിച്ചുകൊണ്ട് പോകും. വണ്ടി കൊണ്ടുപോകും, അപ്പോഴേ കൊണ്ടുപോകും. കർശന നിർദ്ദേശമുള്ള സൈഡെല്ലാം. പിന്നെ വേറൊന്നുകൂടെ, തിരുവിതാംകൂർ രാജവംശങ്ങളുടെ സംഭാവനയാണ് തിരുവനന്തപുരം എയർപോർട്ട്. 700 ഏക്കർ സ്ഥിതി ചെയ്യുന്നു. ഈ എയർപോർട്ട് ആദ്യം വരാനിരുന്നത് കൊല്ലത്തായിരുന്നു, കൊല്ലം മൈതാനത്ത്. എന്നാൽ അന്ന് നാട് ഭരിച്ചിരുന്ന ചിത്തിര തിരുനാൾ തമ്പുരാന്റെ ഒരൊറ്റ ശ്രമഫലം കൊണ്ട് മാത്രമാണ് എയർപോർട്ട് തിരുവനന്തപുരത്ത് വന്നത്. ചാൾസ് രാജകുമാരൻ കൊടുത്തുവിട്ട തമ്പുരാനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമായി ടാറ്റ എയർലൈൻസിന് ആദ്യ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്തു. പക്ഷെ അന്ന് നഷ്ടത്തിലാണ് എയർപോർട്ട് ഓടിക്കൊണ്ടിരുന്നത്. ആ നഷ്ടമെല്ലാം നികത്തിക്കൊണ്ടിരുന്നത് തിരുവിതാംകൂർ രാജവംശങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റി പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോടികൾ ലാഭത്തിൽ നടക്കുന്ന ഒരു എയർപോർട്ടാണ് തിരുവനന്തപുരം എയർപോർട്ട്. നമ്മുടെ ഗൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ആളെ നമ്മൾ എയർപോർട്ടിനടുത്തുള്ള ശംഖുമുഖം ബീച്ചിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് സിമ്പിളായിട്ട് പോകാൻ പറ്റി. മാത്രമല്ല, പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളെ എല്ലാവരും വിലയേറിയ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.